കിഴക്ക് നീലഗിരി കുന്നുകളുടെ സമൃദ്ധമായ വനശീതളിമയിൽ ആരംഭിച്ച് പടിഞ്ഞാറ് അറബിക്കടലിന്റെ തിരയിളക്കങ്ങളിൽ അവസാനിക്കുന്ന വിശാലമായ ഭൂപ്രദേശമാണ് മലപ്പുറം ജില്ലയുടേത്. ചാലിയാർ പുഴ, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ എന്നീ പ്രധാന നദികളും ഇവയുടെ നിരവധി കൈവഴികളും ചേർന്ന് ജലസമൃദ്ധമായ പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമാണ് മലപ്പുറം ജില്ല. ഇന്ത്യയിലെ ഏതോ ഒരു അജ്ഞാത ഭൂപ്രദേശമല്ല മലപ്പുറം. 15-ാം നൂറ്റാണ്ട് മുതൽ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിനെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ് ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ വലിയൊരു പങ്ക്. മലയാള സാഹിത്യത്തിലെ ഗംഭീരമായ കൈവഴികൾ വെളിച്ചം കൊളുത്തി ആരംഭിച്ച മഹാനുഭാവന്മാരിൽ പലരും മലപ്പുറത്തുകാരായിരുന്നു. ഉത്പതിഷ്ണുത്വവും മതസൗഹാർദ്ദവും മലപ്പുറത്തിന്റെ എക്കാലത്തെയും മുഖമുദ്രയാണ്. EMSന്റെ നേതൃത്വത്തിലുള്ള 1967 സപ്തകക്ഷി മുന്നണി സർക്കാരിന്റെ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളുടെ ഭാഗങ്ങളും കോഴിക്കോട് ജില്ലയിലെ ഏറനാട് താലൂക്കും ചേർത്തതാണ് മലപ്പുറം ജില്ല. ജില്ലാ ആസ്ഥാനവും കളക്ടറേറ്റും മലപ്പുറത്താണ്. എന്നാൽ ജില്ലാ ആശുപത്രിയും കോടതിയും മറ്റ് നിരവധി സുപ്രധാന ആപ്പീസുകളും മഞ്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തൃതിയിൽ കേരളത്തിൽ 3ാമത്തെ ജില്ലയാണ് മലപ്പുറം. 3500 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ജില്ല പൊന്നാനി, തിരൂർ, തിരൂരങ്ങാടി, ഏറനാട്, നിലമ്പൂർ, പെരിന്തൽമണ്ണ എന്നീ 6 താലൂക്കുകളായി വിഭജിച്ചിരിക്കുന്നു. 135 വില്ലേജുകളും 5 മുനിസിപ്പാലിറ്റികളും 14 ബ്ലോക്ക് പഞ്ചായത്തുകളും 100 ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്ന വിപുലമായ അധികാര വികേന്ദ്രീകരണ സ്ഥാപനങ്ങളിലൂടെയാണ് ജില്ലയിലെ ഭരണ സംവിധാനം. നെല്ല്, വാഴ, മരച്ചീനി, വിവിധ ഇനം പച്ചക്കറികൾ, തെങ്ങ്, കവുങ്ങ്, റബ്ബർ എന്നിവയൊക്കെ മലപ്പുറത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കൃഷി ചെയ്യും. നീണ്ടുകിടക്കുന്ന തീരപ്രദേശങ്ങളിൽ മുഴുവനും മത്സ്യബന്ധനം തന്നെയാണ് മുഖ്യ ഉപജീവനമാർഗം. നിലമ്പൂർ ഒരു മലയോര പട്ടണം മാത്രമല്ല. കോവിലകത്തിന്റെ സമൃദ്ധമായ ഭൂതകാല പ്രൗഢി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിൽ ഇക്കാലത്തും കാണാവുന്നതാണ്. മലബാർ കളക്ടറായിരുന്ന കൊനോളി സായിപ്പിന്റെ നിർദ്ദേശപ്രകാരം 1846 അധികാരി ചാത്തുമേനോൻ നട്ടുപിടിപ്പിച്ച തേക്കിൻതോട്ടം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പഴക്കം ചെന്നതാണ്. ഇന്നത്തെ മതിപ്പ് വിലയനുസരിച്ച് 2 കോടി രൂപയിലധികം വില വരുന്ന ഒറ്റ തേക്ക് ഈ 5 ഏക്കർ തോട്ടത്തിലുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ തോട്ടത്തിലെ തേക്കുമരങ്ങൾ കൊണ്ടാണ് സഖ്യശക്തികളുടെ തടിയാവശ്യങ്ങൾ നിറവേറ്റിയത്. നിലമ്പൂരിലെ തേക്ക് കൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനും ഗവേഷണ ആവശ്യത്തിനുമായി സ്ഥാപിച്ചിട്ടുള്ള തേക്ക് മ്യൂസിയം അഭിനന്ദനീയമായ ഒരു സംരംഭമാണ്. നിലമ്പൂരിലെ തേക്ക് തടി കടത്തിക്കൊണ്ടുപോകുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇവിടെ തീവണ്ടിപ്പാത സ്ഥാപിച്ചു. ഷൊർണൂരിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ റോഡിൽ അവസാനിക്കുന്നതാണ് ഈ പാത. അരുവാക്കോട് കോളനി മൺപാത്ര നിർമ്മാണത്തിന് കേൾവികേട്ട സ്ഥലമാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂർ എന്ന സ്ഥലത്ത് ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് EKM രചിച്ച ഒരു നാടകം ഉണ്ടായിരുന്നു. ഇജ്ജ് നല്ല മനസ്സിലാകാൻ നോക്കുക എന്ന നാടകം. അതിലാണ് ഡോക്ടർ ഉസ്മാൻ സംവിധായകനായിരുന്നു. നിലമ്പൂർ ബാലൻ അഭിനയിച്ചത് ആ നാടകത്തിലാണ്. അങ്ങനെ ഞാൻ വന്നത് ആ നാടകത്തിലാണ്. എൻ്റെ ജ്യേഷ്ഠൻ മാനു മുഹമ്മദ് വന്നത് ആ നാടകത്തിലാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള നാടക പ്രവർത്തനം, നവോത്ഥാന ചിന്ത, ആധുനിക വിദ്യാഭ്യാസം എന്നീ മേഖലകളിലൊക്കെ തന്നെ നിലമ്പൂർ പ്രദേശത്തുകാർ ഒരടി മുന്നിൽ നടന്നവരാണ്. വണ്ടൂരിലെ പുലിക്കോട്ടിൽ ഐദ്രുവിന്റെ വീട്,
ഇവിടെ ഇരുന്ന് അദ്ദേഹം കെട്ടിയുണ്ടാക്കിയ നിരവധി മാപ്പിളപ്പാട്ടുകൾ ജനലക്ഷങ്ങളുടെ മനസ്സുകളിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. കേരള നാടക ചരിത്രത്തിലെ അതുല്യ പുരുഷനായ KT മുഹമ്മദ് മഞ്ചേരിക്കാരനാണ്. ചരിത്രപ്രധാനമായ മഞ്ചേരി പട്ടണം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഭരണസിരാകേന്ദ്രവും സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ പ്രഭവ കേന്ദ്രവുമായിരുന്നു. 1920 മഞ്ചേരിയിൽ ചേർന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. മിതവാദികളും വിപ്ലവകാരികളും തമ്മിലുള്ള അഭിപ്രായ സംഘടനം ഈ സമ്മേളനത്തെ നിർണായകമാക്കി. 1921 ഖിലാഫത്തിന്റെയും മലബാർ കലാപത്തിന്റെയും മുന്നോടിയായത് ഈ സമ്മേളനമായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരുമായ K. മാധവൻ നായരുടെയും മലബാർ കലാപത്തിന്റെ അമരക്കാരനായിരുന്ന വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും പ്രവർത്തന കേന്ദ്രം മഞ്ചേരിയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ സായുധ കലാപങ്ങളിലൊന്നാണ് 1921 ഏറനാട്ടിൽ നടന്നത്. ചരിത്രത്തിൽ ചോര പുരണ്ടു കിടക്കുന്ന പൂക്കോട്ടൂർ യുദ്ധവും വെടിവെപ്പും. വെടിവെപ്പിൽ രക്തസാക്ഷികളായ നിരവധി കർഷകരും സാധാരണക്കാരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. സ്മരണകൾ ഉണർത്തുന്ന പൂക്കോട്ടൂർ യുദ്ധസ്മാരകം. ബ്രിട്ടീഷുകാരുടെ വരവ് തടയുന്നതിനുവേണ്ടി സമരക്കാർ പൊളിച്ച വള്ളുവങ്ങാട് പാലത്തിനടുത്താണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും വീടുകൾ. 1921 30 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ വീട് പാപ നിർമ്മിച്ചത്. വലിയ വീടായിരുന്നു. പിന്നെ വലിയ മതില കുത്തിയിരുന്നു, വലിയ പഠിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് പിന്നെ 23 പട്ടാൾക്കാർ ആ വീട് നശിപ്പിച്ചു. ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന മതപണ്ഡിതനായിരുന്ന ആലി മുസ്ലിയാരുടെ ശേഖരത്തിൽ അക്കാലത്ത് തന്നെ 10,000 രൂപ വിലമതിക്കുന്ന പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇവയിൽ നല്ലൊരു പങ്ക് ബ്രിട്ടീഷ് പട്ടാളക്കാർ നശിപ്പിച്ചു. പാണ്ടിക്കാട്ട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വഴിക്ക് കീഴാറ്റൂരിലാണ് ഭക്തകവി പൂന്താനത്തിന്റെ ഇല്ലം. വള്ളുവനാടൻ സംസ്കാരത്തിന്റെ അഭയസ്ഥാനമായ പെരിന്തൽമണ്ണ നിരവധി ചരിത്ര സ്മൃതികൾ ഉണർത്തുന്ന പട്ടണമാണ്. വള്ളുവനാടൻ കാർഷിക സംസ്കൃതിയുടെ നേരനുഭവങ്ങളെ സാഹിത്യത്തിലേക്ക് പകർത്തിയ ചെറുകാടിന്റെ പ്രധാന കർമ്മമണ്ഡലങ്ങളിലൊന്ന് പെരിന്തൽമണ്ണയായിരുന്നു. ആധുനിക കേരളത്തിന്റെ സൃഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന EMS നമ്പൂതിരിപ്പാട് ജനിച്ചു വളർന്ന ഏലംകുളം മന മാറ്റമേതുമില്ലാതെ കാലത്തിനും ചരിത്രത്തിനും സാക്ഷിയായി നിലകൊള്ളുന്നു. കഥകളി ആചാര്യനായിരുന്ന പത്മശ്രീ വാഴേങ്കട കുഞ്ചുനായരുടെ ജന്മവീട് തൂതയിൽ നിന്ന് കരിങ്കല്ലത്താണിയിലേക്കുള്ള പാതയ്ക്കോരം ചേർന്നാണ്. രാജാധിപത്യകാലത്തും സ്വാതന്ത്ര്യ സമരകാലത്തും നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ ഗ്രാമമാണ് അങ്ങാടിപ്പുറം. സ്വാതന്ത്ര്യ സമര സേനാനികളായ MB നാരായണ മേനോന്റെയും കട്ലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും തട്ടകമായിരുന്നു അങ്ങാടിപ്പുറം. നന്ദനാരെ പോലുള്ള പ്രസിദ്ധ എഴുത്തുകാർ അങ്ങാടിപ്പുറത്തിന്റെ സംഭാവനയാണ്. തളിക്ഷേത്രവും തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയും മതമൈത്രിയുടെ ലക്ഷണമെന്നവണ്ണം നിലകൊള്ളുന്നു. തിരുമാന്താംകുന്ന് തെക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ചാവേർത്തറ വള്ളുവനാടിന്റെ അഭിമാന സംരക്ഷണത്തിന് ആത്മാഹൂതി അനുഷ്ഠിച്ച 100 കണക്കിന് ചാവേർ പടയാളികളുടെ സ്മാരകമാണ്. തികച്ചും കേരളീയമായ കല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സോപാന സംഗീതത്തിന്റെ കുലപതിയായിരുന്ന ഞരളത്ത് രാമപൊതുവാൾ തിരുമാന്താംകുന്നിൽ അമ്മയുടെ ഉപാസകനായിരുന്നു. മാധവം
ഗോപികാ സഖി. കോവിലകങ്ങൾക്ക് പ്രശസ്തമായ മങ്കട. ചലച്ചിത്ര ഛായാഗ്രാഹകനായ മങ്കട രവിവർമ്മ ഇവിടത്തെ കോവിലകത്തുകാരനാണ്. പാരമ്പര്യ രീതിയിലുള്ള ചിത്തരോഗ ചികിത്സയ്ക്ക് പ്രശസ്തിയാർജിച്ച പൂങ്കുടിൽ മന. ഇവിടെ വർഷം തോറും നടക്കുന്ന ദേശീയ സെമിനാർ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ജില്ലയുടെ ആസ്ഥാനമാണ് മലപ്പുറം പട്ടണം. നിരവധി നൂറ്റാണ്ടുകളായി ഈ പട്ടണം പല ഭരണാധിപന്മാരുടെയും കേന്ദ്രമായിരുന്നു. മലബാറിലെ ബ്രിട്ടീഷ് ആധിപത്യത്തെ നിരവധി തവണ ചോദ്യം ചെയ്യുകയും അധികാരികൾക്കെതിരെ കലാപമുണ്ടാക്കുകയും ചെയ്തത് മലപ്പുറത്തുകാരാണ്. 1841, 1843, 1849, 1851, 1921 എന്നീ വർഷങ്ങളിലെല്ലാം ഇവിടെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളുണ്ടായിട്ടുണ്ട്. ഈ വെല്ലുവിളി നേരിടുന്നതിന് ബ്രിട്ടീഷുകാർ 1852 മലപ്പുറം സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു. 1921 അവസാനത്തെ കലാപത്തിന് ശേഷം ഈ സേന പിരിച്ചുവിടുകയും മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ച് അതിന്റെ ആസ്ഥാനം മലപ്പുറത്ത് തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പ്രധാന മലയാള പത്രങ്ങളായ മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, രാഷ്ട്രദീപിക എന്നിവയുടെ പ്രത്യേക പതിപ്പുകൾ പുറത്തിറങ്ങുന്നുണ്ട്. നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ ഹിന്ദു ദേവാലയങ്ങൾ ഈ മണ്ണിന്റെ മുഖമുദ്രയായ മതസഹിഷ്ണുതയുടെ നിത്യപ്രതീകങ്ങളാണ്. ഏറനാട്ടിലെ പഴക്കവും പെരുമയുമുള്ള മലപ്പുറം വലിയങ്ങാടി പള്ളി ആത്മീയതയുടെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 48 രക്തസാക്ഷികളുടെ കബറിടങ്ങൾ മുസ്ലിമുകളും അവർണരും ചേർന്ന് പാറനമ്പിയുമായി നടത്തിയ യുദ്ധത്തിന്റെ സ്മരണകളാണ്. ഇക്കൂട്ടത്തിൽ മരിച്ചു വീണ തട്ടാന്റെ കബറിടവും ഈ പള്ളിയിൽ തന്നെയാണ്. യുദ്ധത്തിൽ വിജയിച്ച പാറനമ്പി വീണ്ടും മുസ്ലിം സമുദായവുമായി സൗഹാർദ്ദത്തിലായി. ഇതിന്റെ പ്രതീകമായി പാറനമ്പി പള്ളിയിലെ ഖത്തീബിന് പണിതുകൊടുത്ത വീട് യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും നിത്യസ്മാരകമായി നിലകൊള്ളുന്നു. പ്രസിദ്ധമായ പാണക്കാട് കുടുംബ വീട്. വെല്ലൂരിൽ ബ്രിട്ടീഷ് തടവിൽ കിടന്നു മരിച്ച സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായ പാണക്കാട് സെയ്ദ് ഹസനാർ തങ്ങൾ ഈ തറവാട്ടുകാരനായിരുന്നു. ഒരു വിലാപം എന്ന കൃതിയിലൂടെ പ്രസിദ്ധനായ ഭാവഗീതകാരൻ VC ബാലകൃഷ്ണ പണിക്കർ ഊരകം സ്വദേശിയാണ്. ബദർ പാട്ടും മറ്റ് നിരവധി കാവ്യങ്ങളും രചിച്ച ചാക്കേരി മൊയ്തീൻകുട്ടിയും ഉൽപ്പതിഷ്ണുവായിരുന്ന CN അഹമ്മദ് മൗലവിയും വേങ്ങരയ്ക്കടുത്ത പ്രദേശങ്ങളിലുള്ളവരാണ്. വിശുദ്ധ ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CN അഹമ്മദ് മൗലവിയായിരുന്നു. കൊണ്ടോട്ടി നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം. കൊണ്ടോട്ടിയിലെ മേലങ്ങാടി പള്ളിയിലാണ് പ്രസിദ്ധമായ നേർച്ച നടക്കുന്നത്. വലിയ തങ്ങളുടെ മക്ബറയായ കൊണ്ടോട്ടി കുബ്ബയിലെ ആയത്തുൽ കുർസി ആലേഖനം ചെയ്ത ശിലാലിഖിതം നൂറ്റാണ്ടുകൾ പിന്നിട്ട വിശിഷ്ടമായ ഒരു ചരിത്രരേഖയാണ്. ഈ ലിഖിതം ഇവിടെ എത്തിയതിനെപ്പറ്റി വിസ്മയകരമായ നിരവധി ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. പ്രണയവും വൈദ്യവും സമന്വയിപ്പിച്ച മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബദറുൽ മുനീർ, ഹുസനുൽ ജമാൽ എന്ന കാൽപ്പനിക കൃതിയും ബദർ എന്ന പടപ്പാട്ടും അടക്കമുള്ള ഇശലുകൾ മലയാള ഭാഷയുടെ അടിസ്ഥാന സൗന്ദര്യങ്ങളിലൊന്നാണ്.
നൂറ്റാണ്ടുകളായി വിദേശങ്ങളുമായി നിത്യയാത്രാബന്ധം പുലർത്തിയിരുന്ന മലബാറിന്റെ ആധുനിക മുഖം കരിപ്പൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദർശിക്കാം. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്മരണാർത്ഥം ഈ പഞ്ചായത്തിന് അബ്ദുറഹ്മാൻ നഗർ എന്ന് പേരിട്ടിരിക്കുന്നു. പുതുലോകത്തിന്റെ വ്യാപാര വ്യവസായ ലക്ഷ്യങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ കാക്കഞ്ചേരിയിൽ അടുത്തിടെ സ്ഥാപിച്ച ശാസ്ത്ര സാങ്കേതിക പാർക്ക് സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം. വടക്കൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ദിശാബോധവും നേതൃത്വവും നിർണയിച്ച കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്താണ്. ദീർഘദർശിയായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയ സാഹിബിന്റെ കഠിന പ്രയത്നമാണ് ഈ സർവകലാശാലയുടെ അടിസ്ഥാന ഔന്നത്യത്തിന് കാരണമായത്. കോട്ടയ്ക്കൽ ആയുർവേദത്തിന്റെ പര്യായപദങ്ങളിലൊന്നായിരിക്കുന്നു. വൈദ്യരത്നം PS വാര്യർ സ്ഥാപിച്ച കോട്ടയ്ക്കൽ ആയുർവേദശാല ഇന്ത്യയുടെ തന്നെ അഭിമാന സ്തംഭമാണ്. ധർമാശുപത്രി, ഔഷധ നിർമ്മാണശാല, കോളേജ് എന്നിങ്ങനെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആയുർവേദശാല വിസ്മയാവഹമായ ഒരു ചരിത്രത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും നിത്യസാക്ഷ്യമാണ്. നാടകം പഠിക്കാനും കളിക്കാനും പ്രചരിപ്പിക്കാനുമായി ആയുർവേദശാലയ്ക്ക് കീഴിൽ രൂപീകരിച്ച PSV നാട്യസംഘം ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥകളി പഠന കേന്ദ്രവും ട്രൂപ്പുമാണ്. ഭാരതമുറി എന്നു പേരുവീണ ഈ മുറിയിൽ താമസിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഉപഭോഗ സംസ്കാരവും വേഗതയാർന്ന നഗരവൽക്കരണവും മാറ്റിക്കൊണ്ടിരിക്കുന്ന മലപ്പുറത്തിന്റെ മുഖച്ഛായ കോട്ടയ്ക്കലിൽ ദൃശ്യമാണ്. ഇവിടെ സജീവമായിട്ടുള്ള പരിഷ്കൃത രീതിയിലുള്ള വീടലങ്കാര പണികളുടെ വിപണി ഇതിന്റെ നിദർശനമാണ്. ആലി മുസ്ലിയാർ 1921 കലാപം നയിച്ചത് തിരൂരങ്ങാടിയിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഈ പള്ളിയിൽ വെച്ചാണ് ചതിച്ച് കീഴ്പ്പെടുത്തിയത്. ആത്മീയ നേതാവും എല്ലാ ജാതി മതസ്ഥരുടെയും വിശ്വാസം ആർജിക്കുകയും ചെയ്ത സയ്യിദ് അലവി തങ്ങൾ മമ്പുറം പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇന്നൊരു ആധുനിക പട്ടണമായി മാറിയ തിരൂരങ്ങാടി ചെമ്മാട് പ്രദേശത്ത് ഒട്ടേറെ വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ MK ഹാജിയെപ്പോലുള്ളവരുടെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. ആയിരത്തി 1921 കലാപം അടിച്ചമർത്താൻ പട്ടാളം ആദ്യം വന്നിറങ്ങുന്നത് പരപ്പനങ്ങാടിയിലാണ്. മലയാള സാഹിത്യത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ NB മുഹമ്മദ്, ചരിത്രകാരന്മാരും ചിന്തകരുമായ M ഗംഗാധരൻ, MGS നാരായണൻ എന്നിവർ ഈ മണ്ണിന്റെ സംഭാവനകളാണ്. പരപ്പനങ്ങാടി കോടതിയിൽ ജഡ്ജിയായിരുന്ന കാലത്താണ് പൊയ്യാരത്ത് ചന്തുമേനോൻ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖ രചിച്ചത്. താന്നിമരങ്ങളുടെ ഗ്രാമമാണ് പിന്നീട് താന്നിയൂരും താനൂരുമാകുന്നത്. ഈ പുരാതന തുറമുഖ പട്ടണം 1564 സെന്റ് ഫ്രാൻസിസ് സന്ദർശിച്ചു എന്ന് കരുതപ്പെടുന്ന
പോർച്ചുഗീസ് അധിനിവേശ കാലത്തെ മർമ്മപ്രധാനമായ ഒരു കേന്ദ്രമായിരുന്നു. ഇവിടെ മത്സ്യബന്ധനമാണ് ഇപ്പോഴത്തെ പ്രധാന ജീവിതമാർഗം. കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ കേരളാധീശ്വരപുരം ക്ഷേത്രം കാര്യമായ കേടുപാടുകൾ കൂടാതെ ഇന്നും നിലനിൽക്കുന്നു. ചരിത്രത്തിന്റെ അന്തരാളങ്ങൾ ഇന്നും കൈകൊണ്ട് സ്പർശിക്കാവുന്ന തിരൂർ പട്ടണം ജില്ലയിലെ തന്നെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. ഹിന്ദുസ്ഥാനി സംഗീതം പ്രചരിപ്പിക്കാനെത്തിയ സൂഫി തുല്യരായ സംഗീതജ്ഞർ ആദ്യ താവളമാക്കിയതും തിരൂർ തന്നെ. ഊതിന്റെ അത്തറും പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ അറബി നാട്ടിലെന്നതുപോലെ മലപ്പുറത്തും ഏറെ പ്രിയങ്കരം. ലെ കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ചരക്കുവണ്ടിയിലെ ബോഗിയിൽ കുത്തിനിറച്ച് വെല്ലൂർ ജയിലിലേക്ക് കൊണ്ടുപോയത്. ശ്വാസം കിട്ടാതെ നൂറുകണക്കിന് ആളുകൾ പിടഞ്ഞു മരിച്ചതറിയാതെ പ്രയാണം തുടർന്ന ബോഗിയുടെ ഓർമ്മകളാണ് ചരിത്രപ്രസിദ്ധമായ വാഗൺ ട്രാജഡി. കമ്മ്യൂണിസ്റ്റ് ചിന്തകനും മാനവികവാദിയും ചരിത്ര പണ്ഡിതനുമായിരുന്ന കെ ദാമോദരൻ ജനിച്ചതും പ്രവർത്തിച്ചതും തിരൂരിലായിരുന്നു. വരേണ്യർക്ക് മാത്രം പ്രാപ്യമായിരുന്ന മതവിശ്വാസത്തെയും മോക്ഷചിന്തയെയും ഈശ്വരാരാധനയെയും കണ്ടാൽ അറയ്ക്കുന്നവരും തൊട്ടാൽ തീണ്ടുന്നവരുമായ അധസ്ഥിതർക്കു കൂടി അവകാശപ്പെട്ടതാക്കി തീർക്കാൻ സരളവും സുതാര്യവുമായ ഭാഷ ആവിഷ്കരിച്ചെടുത്തതിൽ പ്രഥമഗണനീയനായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ. ഭാഷയിലെ കലാപവും ജീവിതത്തിലെ കലാപവും ഒന്നുചേർന്ന ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിലെ നെടും തൂണുകളിലൊന്നായി തുഞ്ചത്താചാര്യൻ ഇന്നും ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്നു. മലയാള ഭാഷയുടെ പിതാവ് എന്നുകൂടി ആദരവോടെ സ്മരിക്കപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവിത സാഫല്യം തുടിച്ചു നിൽക്കുന്ന തുഞ്ചൻ പറമ്പ് നന്നായും മികവായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ചേന്നരയിലെ ഗ്രാമീണ ഗൃഹത്തിൽ ജനിച്ചു വളർന്ന നവോത്ഥാന മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ മലയാള കവിതയെ ദേശീയ പ്രസ്ഥാന ലക്ഷ്യങ്ങൾക്ക് സമാന്തരമായി ചലിപ്പിച്ചു. കേരളീയതയുടെ തലയെടുപ്പുള്ള പ്രതീകമായി ഈ മഹാനുഭാവൻ ഇന്നും ഓർമ്മകളിൽ കൊണ്ടാടപ്പെടുന്നു. വിമർശനകലയിലെ താർക്കികാചാര്യൻ കുട്ടിക്കൃഷ്ണമാരാർ തൃപ്രങ്ങോട്ട് ക്ഷേത്ര പരിസരത്ത് ജനിച്ചു വളർന്നു. ഇറക്കുമതി ചെയ്തതും കൃത്രിമവുമായ അറിവുകൾ കൊണ്ടായിരുന്നില്ല മാരാർ വിമർശനത്തിന്റെ തീഗോപുരങ്ങൾ പണിതുയർത്തിയത്. നാരായണീയ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥാനം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വാഴും നാടാണ് ആദവനാട് എന്നറിയപ്പെടുന്നത്. നീണ്ടകാലം മധ്യകേരളത്തിലെ 32 നമ്പൂതിരി ഗ്രാമങ്ങളുടെ അധിപനായിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ മന ചരിത്ര സ്മരണകൾ ഉണർത്തുന്നു. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപത്ത് ഭാരതപ്പുഴയിൽ പിതൃബലി നടത്തുന്നത് ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. പ്രസിദ്ധമായ മാമാങ്കത്തിന്റെ ഹൃദയസ്ഥാനം എന്ന നിലയ്ക്കാണ് തിരുനാവായ ചരിത്രത്താളുകളിൽ മായാതെ കിടക്കുന്നത്. വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര തർക്കത്തിന്റെ പേരിൽ ആയിരങ്ങൾ ചാവേറുകളായി മരിച്ചത് ഈ മണ്ണിൽ വെച്ചാണ്. അവരുടെ മൃതശരീരങ്ങളെ കൂട്ടമായി കിണറ്റിലിട്ട് ആനയെക്കൊണ്ട് ചവിട്ടി താഴ്ത്തുകയായിരുന്നു അത്രേ പതിവ്. അങ്ങനെ നൂറുകണക്കിന് മനുഷ്യശരീരങ്ങളും ആത്മാക്കളും പാതാളത്തിലേക്ക് യാത്രയായ കിണർ മണിക്കിണർ എന്നറിയപ്പെടുന്നു. മാമാങ്കത്തിലെ വീരജേതാവ് തന്റെ വിജയവും ഭാവി നിലപാടും നിലപാട് തറയിൽ നിന്നുകൊണ്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്.
തിങ്ങും ഫലം തിങ്ങുമിളം കവുങ്ങും നിറഞ്ഞ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല അതിവേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പ്രസിദ്ധ ഹ്യൂമനിസ്റ്റും കവിയും ചിന്തകനുമായിരുന്ന എം ഗോവിന്ദന്റെ തറവാട് കൂരടയിലാണ്. കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കെ കേളപ്പൻ സ്ഥാപിച്ച തവനൂരിലെ ഗാന്ധി ഗ്രാമം ഇന്ന് കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പ്രസിദ്ധമായ ഗവേഷണ പഠന സ്ഥാപനമായി വളർന്നിരിക്കുന്നു. കേളപ്പജി ഏറെക്കാലം ഇവിടെ താമസിച്ചിരുന്നു. കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി വിവിധ സംസ്കാരങ്ങളുടെ സങ്കലന കേന്ദ്രവും ഉത്പതിഷ്ണുത്വത്തിന്റെ പ്രഭവസ്ഥാനവുമാണ്. 16-ാം നൂറ്റാണ്ടിൽ തന്നെ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ മഖ്ദൂമുകളും കുഞ്ഞാലിമരയ്ക്കാരും സാമൂതിരി രാജാക്കന്മാരും പൊന്നാനിയിൽ നിന്നാണ് പടനയിച്ചത്. കൊച്ചി രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വമ്പിച്ച വ്യാപാര സാധ്യതകൾ ഉപേക്ഷിച്ച് മരയ്ക്കാർ കുടുംബം 1524-ൽ രാജ്യത്തിന്റെ നാവികപ്പട നയിക്കാൻ പൊന്നാനിയിലെത്തി. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ വിശ്വപ്രസിദ്ധ ചരിത്രഗ്രന്ഥമായ തുംഫത്തുൽ മുജാഹിദീൻ ഇവിടെയിരുന്ന് രചിച്ചു. നമ്മുടെ ദേശത്തിന്റെ എഴുതപ്പെട്ട ആദ്യ ചരിത്രഗ്രന്ഥമായ ഈ കൃതിയിൽ വിദേശീയരുടെ കടന്നുവരവ്, അതിനെതിരായ വീരോജ്വലമായ ചെറുത്തുനിൽപ്പ്, തദ്ദേശീയരുടെ ജീവിത രീതികൾ എന്നിവയെല്ലാം ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സാമൂഹ്യ പരിഷ്കർത്താവും എഴുത്തുകാരനുമായിരുന്ന പൊന്നാനി സ്വദേശി സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ ആദ്യമായി മലയാള ഭാഷയിൽ എഴുതാൻ ആരംഭിച്ച മുസ്ലിം പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതിയാണ് ആത്മകഥയായ മക്തി മനക്ലേശം. കാർഷിക സംസ്കാരത്തിന്റെയും നവോത്ഥാന ചിന്തയുടെയും തെളിമയാർന്ന ഈരടികൾ വിരചിച്ച ഇടശ്ശേരിയുടെ കാലുകൾ ഒരു വക്കീൽ ഗുമസ്തന്റെ പ്രാരാബ്ധവും പേർ നടന്നു തേഞ്ഞത് ഈ തെരുവുകളിലായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇ.കെ. ഇമ്പിച്ച് ബാവയുടെ വീട് പൊന്നാനിയിലാണ്. ചിത്രകാരൻ KCS പണിക്കർ, ചിത്രകാരി പത്മിനി, പ്രസിദ്ധ സാഹിത്യകാരൻ ഉറൂബ് എന്നിവരും പൊന്നാനിക്കാരായിരുന്നു. വ്യത്യസ്ത സമുദായങ്ങളുടെയും ജീവിതധാരകളുടെയും സമന്വയവും അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുമാണ് ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു തുടങ്ങിയ മുഖ്യകൃതികളിലെ ഇതിവൃത്തം. നോവലിസ്റ്റ് C. രാധാകൃഷ്ണൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരും പൊന്നാനിക്കാരാണ്. ആത്മീയ നേതാവും ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയുമായ ഉമർ ഖാലി വെളിയംകോട്ടുകാരനാണ്. ഇന്ത്യയിൽ ആദ്യമായി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് ചാവക്കാട് ജയിലിലടയ്ക്കപ്പെട്ട ഉമർ ഖാലിയെ 2 ഹിന്ദു പോലീസുകാർ രക്ഷപ്പെടുത്തിയത്രേ. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ പഴയ ആസ്ഥാനം, ഇവിടത്തെ പുത്തൻപള്ളിയും നേർച്ചയും പ്രസിദ്ധമാണ്. സ്വാതന്ത്ര്യ സമരസേനാനിയും സലഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനുമായിരുന്ന ഈ മൊയ്തു മൗലവി മാറഞ്ചേരിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് എഴുത്തുകാരനായ M. റഷീദ്. കവി കുഞ്ഞിരാമൻ നായർ ഒരു ഫലിതം പറയാറുണ്ട്. ഈ കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റുണ്ട്, കടപ്പുറത്ത് വരുന്ന കാറ്റ്, ഈ കാറ്റിൽ കിഴക്കൻ കാറ്റും കൂടി യോജിക്കുന്നിടത്താണ് ഏറ്റവും അധികം കലാകാരന്മാരുണ്ടാവുക. അതിന് ഉദാഹരണം പറയണേ ഈ നാടാ. സംഗീതത്തിനും ഫുട്ബോളിനും മറ്റ് കലാരൂപങ്ങൾക്കും മലപ്പുറം ജില്ല അതിൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഫുട്ബോളും സംഗീതവും ഇവിടത്തെ ജീവതാളമാണ്. ഇന്റർനാഷണൽ മൊയ്തീൻകുട്ടിയെപ്പോലുള്ള നിരവധി പേരെ ഫുട്ബോളിന് സംഭാവന ചെയ്ത മലപ്പുറത്തിന്റെ കളിക്കളങ്ങൾ വർഷത്തിലും വേനലിലും ഒരുപോലെ സജീവമാണ്.
പൊന്നാനിയിലും തിരൂരിലും വളാഞ്ചേരിയിലുമുള്ള സംഗീത ക്ലബ്ബുകളും പാഠശാലകളും രാത്രികളെ സംഗീത സാന്ദ്രമാക്കുന്നു. ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ല. ഭാഷയ്ക്കും സംസ്കാരത്തിനും വൈവിധ്യമാർന്ന ദർശനങ്ങൾക്കും രാഷ്ട്രമീമാംസയ്ക്കും മൗലികമായ സംഭാവനകൾ അർപ്പിച്ച പ്രദേശമാണിത്. കാലം കടന്നുപോകുമ്പോഴും ഇരുളും വെളിച്ചവും മാറി മാറി കടന്നുവരുമ്പോഴും മലപ്പുറം സ്വാതന്ത്ര്യത്തിന്റെയും നന്മയുടെയും ശാന്തിയുടെയും നിർഭയത്വത്തിന്റെയും പര്യായമായി നിലനിൽക്കുന്നു.